ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ദേവസ്വം. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം വ്യാഴാഴ്ച ആരംഭിക്കും. മെയ് 3ാം വാരം ഫലം പ്രഖ്യാപിക്കും. പൊൻകണി കണ്ടും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിച്ച് മലയാളികൾ. ഗുരുവായൂരിൽ വിഷുക്കണി ദർശനത്തിനെത്തിയത് 1000. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് വർധന. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനാൽ ഭാഗത്തെ ഉണങ്ങിയ ആൽമരം ഇനി ഓർമ്മ. ലഭിച്ച ആൽമരത്തിൽ തൃശൂർ പൂരത്തിന്റെ കൊടി കെട്ടേണ്ടതില്ലെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ആൽമരം മുറിച്ചു നീക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഗിരീഷ് കുമാർ TCBയോട് പറഞ്ഞു. വളരെ ഗംഭീരമായിട്ട് ഒരാൾക്കും ഒരു കുറ്റവും പറയാത്ത വിധത്തിലുള്ള തരത്തിലേക്ക് നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും തട്ടക നിവാസികളും ആഘോഷ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. ആവശ്യത്തിന് ആനകളില്ലാത്തത് മൂലം ലഭ്യമായ ആനകളെ കൂടുതൽ സമയം ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ടി വരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം നീക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. തിരുവമ്പാടിക്കും പാറമേക്കാവിനും കൂടിയിട്ടും മിനിമം 100 ആനകൾ വേണം. എന്നാലാണ് ഈ ആനകൾക്ക് അധികം വർക്ക് ലോഡ് കൊടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ എണ്ണം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് അവിടെ. അപ്പോൾ അവിടെ വർക്ക് ലോഡ് കൂടുകയാണ്. വർക്ക് ലോഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിൽ നിന്ന് മാറുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നിയമം നമ്മൾ ലംഘിക്കേണ്ടതായിട്ട് വരികയാണ്. ആനകൾക്ക് ആവശ്യമായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിലുള്ള സഹകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുൻപുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. അത് 2024 ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവരും ആ വിഷയങ്ങൾ പഠിക്കുകയും ദേവസ്വങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അതിലിടപെട്ട് അതിനുവേണ്ടി ചർച്ചകൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സ് ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇത്തവണ പൂരത്തിന് കാണുന്നത്. വെടിക്കെട്ടിലും കുടമാറ്റത്തിലുമൊക്കെ പതിവ് പോലെ ചില സർപ്രൈസുകൾ ഉണ്ടാകും. കാത്തിരുന്ന് കാണുമെന്നും ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. അത് സീക്രട്ടാണ്. അതായത് കുടമാറ്റവും വെടിക്കെട്ടും അതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. അതായത് പാറമേക്കാവ് തിരുവമ്പാടി രണ്ടുപേരും ആ സമയത്താണ് പുറത്തെടുക്കുള്ളൂ. TCB തൃശൂർ. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഡിജി ലോക്കർ, ഉമാങ് ആപ്ലിക്കേഷൻ എന്നിവയിലൂടെയും ഫലമറിയാനാകും. 12ാം ക്ലാസ് ഫലപ്രഖ്യാപനം ഉടൻ പുറത്തുവിട്ടേക്കും. മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട പരീക്ഷ മുൻനിർത്തിയാണ് മൂല്യനിർണ്ണയ നടപടികൾ CBSE വേഗത്തിലാക്കിയത്. വിദ്യാർത്ഥികൾക്ക് മാർക്കുകളും സർട്ടിഫിക്കറ്റുകളും വേഗത്തിൽ ലഭ്യമാക്കാൻ ഡിജി ലോക്കർ സംവിധാനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം വ്യാഴാഴ്ച ആരംഭിക്കും. SSLCക്ക് 70 കേന്ദ്രങ്ങളിലായി 10,500 അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുക. മെയ് 3ാം വാരം ഫലം പ്രഖ്യാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഹയർ സെക്കൻഡറിയിൽ 89 ക്യാമ്പുകളിലായി 24,000-ഓളം അധ്യാപകരെയാണ് മൂല്യനിർണ്ണയത്തിന് നിയോഗിച്ചിട്ടുള്ളത്. മെയ് 4ാം വാരത്തിലാകും ഫലപ്രഖ്യാപനം. അതേസമയം 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷാഫലം മെയ് 2ാം തീയതി പ്രസിദ്ധീകരിക്കും. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്.
വിഷുപ്പുലരിയിൽ നല്ലൊരു നാളെയുടെ പ്രതീക്ഷകളുമായി മലയാളി കണി കണ്ടുണർന്നു. തലേന്ന് തന്നെ വീടുകളിൽ കണിയൊരുക്കി വെച്ചിരുന്നു. ഓട്ടുരുളിയിൽ കൊന്നപ്പൂക്കൾ, കോടിമുണ്ട്, ഗ്രന്ഥക്കെട്ട്, വാൽക്കണ്ണാടി, കണിവെള്ളരി, ചക്ക, മാങ്ങ, മറ്റു ഫലങ്ങൾ എല്ലാം ചേരുന്ന ഐശ്വര്യത്തിന്റെ പൊൻകണിയിലേക്ക് നാട് മിഴി തുറന്നു. ഈ കണിയുടെ പുണ്യവും സൗഭാഗ്യവും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. കണി കണ്ടു കഴിഞ്ഞതോടെ കുടുംബത്തിലെ മുതിർന്നവർ വിഷുക്കൈനീട്ടം നൽകി. ഈ കൈനീട്ടം സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകൾക്കായുള്ള തുടക്കമാണ്. കൂട്ടായ്മയുടെ വിഷു ഉത്സവത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു. പിന്നെ സദ്യവട്ടം ഒരുക്കലിന്റെ തിരക്കായി. പപ്പടവും പായസവും ഒക്കെ ചേരുന്ന വിഷുസദ്യ ഓണസദ്യ പോലെ തന്നെ പ്രധാനം. കൂട്ടായ്മയുടെയും ഗൃഹാതുര സ്മരണകളുടെയും മധുരം കൂടിയാണ് തൂശനിലയിൽ വിളമ്പിയത്. പിന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലുമായി കുട്ടികൾ ആഹ്ലാദ തിരകളിലേക്കിറങ്ങി. കാലത്തിന്റെ കുത്തൊഴുക്കിലും ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും മാറ്റമൊന്നുമില്ലാതെ ഒരു വിഷുക്കാലം കൂടി മലയാളിയെ തഴുകി കടന്നു പോവുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകളോടെ ടീം TCV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണി ദർശനത്തിന് ആയിരങ്ങളെത്തി. ബുധനാഴ്ച പുലർച്ചെ 2:55 മുതൽ 3:55 വരെ 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാടികമണി 2 അടിച്ചതോടെ മേൽശാന്തി TM നാരായണ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേര മുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അണിയിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പ് ഒരുക്കി വെച്ചിരുന്നത്. വിഷുക്കണി ദർശനത്തിനായി കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ട് തൊഴുത് ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈ നീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചേർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാനുള്ള ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. വിഷു സദ്യയും ഉണ്ടായിരുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 3 മുതൽ 4 മണി വരെയായിരുന്നു കണി ദർശനം. വിഷുവിന് സദ്യ കെങ്കേമമാക്കാൻ ഫാമിലി പാക്ക് സദ്യയൊരുക്കി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ. വീടുകളിൽ പാചകം ചെയ്തുള്ള സദ്യയ്ക്ക് പുറമെയാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളും മികച്ച രീതിയിലുള്ള ഫാമിലി പാക്ക് സദ്യ ഒരുക്കിയത്. പല കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഇൻസ്റ്റന്റ് സദ്യ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫാമിലി പാക്ക് സദ്യയ്ക്ക് പുറമെ ആവശ്യക്കാർക്ക് വിവിധ തരത്തിലുള്ള പായസവും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഒരുക്കിയിരുന്നു. 6 മുതൽ 10 വരെ പേർക്ക് ഇലയിട്ട് കഴിക്കാവുന്ന സദ്യയ്ക്ക് 2500 മുതൽ 6000 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. ഇത്തവണ പാചകവാതക പ്രതിസന്ധി മൂലം ഇൻസ്റ്റന്റ് സദ്യയ്ക്ക് അല്പം വില കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് സദ്യ ഒരുക്കിയത്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ചുരുക്കം ചില കാറ്ററിംഗ് സ്ഥാപനങ്ങൾ വിഷു സദ്യ ഒരുക്കിയിരുന്നില്ല. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now.
Vicky OTT. One platform, 32 OTTs. വിഷുനാളുകളിൽ ഓടക്കുഴൽ വാദനത്തിൽ ശ്രദ്ധയാകർഷിച്ച് 14 വയസ്സുകാരൻ വടക്കാഞ്ചേരി ചാഴിക്കുളം വീട്ടിൽ കാർത്തികേയൻ സൗമ്യ ദമ്പതികളുടെ മകൻ CK അഭിനവാണ് ജനശ്രദ്ധ നേടുന്നത്. ഓടക്കുഴലിലൂടെ വിഷുപ്പാട്ടുകൾ പാടി ഈ അവധിക്കാലത്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആസ്വാദനത്തിന്റെ പുതുതലം നൽകുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ഓടക്കുഴലുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം കണികണ്ടുണരുന്ന വിഷുവിൽ ഓടക്കുഴലിനെ നെഞ്ചോട് ചേർത്ത ഈ കൊച്ചുമിടുക്കനും ശ്രദ്ധ നേടുന്നു. കോലഴി ചിന്മയ സ്കൂളിൽ 9ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അഭിനവ് ചേലക്കര ശിവന്റെ ശിക്ഷണത്തിലാണ് 2 വർഷത്തോളമായി ഓടക്കുഴൽ പഠനം തുടരുന്നത്. ശിവമാഷ് എന്ന് പറഞ്ഞ മാഷാണ് പഠിപ്പിച്ചായിരുന്നത്. എൻ്റെ മാസ്റ്ററാണ് ശിവമാഷ്. ചേലക്കരയിലാണ് വീട്. മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നു. പിന്നെ എനിക്ക് തോന്നെ വേദിയിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നന്നായി പാടിയ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനകം നിരവധി വേദികളിൽ ആസ്വാദക മനം കവർന്ന അഭിനവ് സ്കൂളിൽ നിന്നും കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ നേട്ടങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കളരിയും കരാട്ടയും അഭ്യസിച്ചു വരുന്ന അഭിനവ് നാടിന്റെ അഭിമാന താരമാവുകയാണ്. അവധിക്കാലത്ത് ഓടക്കുഴലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശീലനം തുടരുന്ന തിരക്കിലാണ് അഭിനവ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ചൂട് വർദ്ധിക്കുന്നതിനിടെ വീണ്ടും കത്തിക്കേറി വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട് പിന്നിട്ടു. കഴിഞ്ഞ ദിവസമാണ് 6000 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം പിന്നിട്ടത്. 13-ന് രേഖപ്പെടുത്തിയ 5933 മെഗാവാട്ടായിരുന്നു നേരത്തെയുള്ള വൈദ്യുതി ഉപഭോഗ റെക്കോർഡ്. അതേസമയം വൈദ്യുതി ഉപഭോഗം കൂടിയത് KSEBക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രതിദിനം 8 ലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിൽ AC, കൂളർ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചതാണ് ഉപഭോഗം കൂടാൻ കാരണം. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. വയനാട് സ്വദേശിയായ മറ്റൊരു അന്തേവാസിയെ മർദ്ദിച്ചതിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പാലക്കാട് കണ്ണമ്പ്ര ചില്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരന്റെ മകൻ ശ്രീനാഥ് മർദ്ദനമേറ്റ് മരിച്ചതിനെ തുടർന്ന് പോലീസ് മറ്റ് അന്തേവാസികളുടെ മൊഴിയെടുത്തു വരികയാണ്. ഇതിനിടെയാണ് വയനാട് സ്വദേശി അശ്വത് രവീന്ദ്രൻ സ്ഥാപനത്തിനെതിരെ മൊഴി നൽകിയത്. ബോബിയും മഹേഷും തന്നെ മർദ്ദിച്ചിരുന്നതായി അശ്വത് പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മവിനയ്യയുടെ സഹായത്തോടെയാണ് പോലീസ് മൊഴിയെടുത്തത്. ശ്രീനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെയർടേക്കർ മഹേഷിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ നായക്കനാൽ ഭാഗത്തെ ഉണങ്ങിയ ആൽമരം മുറിച്ചു നീക്കാൻ ആരംഭിച്ചു. വടക്കുന്നാഥ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണന്റെ കാർമ്മികത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന പൂജയ്ക്ക് ശേഷമാണ് ആൽമരം മുറിക്കാൻ ആരംഭിച്ചത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ആൽമരത്തിന്റെ ഏതാനും ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. തൃശൂർ പൂരം കൊടിയേറ്റത്തിന്റെ ഭാഗമായി തിരുവമ്പാടി വിഭാഗം ഈ ആൽമരത്തിൽ പൂരക്കൊടി നാട്ടുന്ന പതിവുണ്ട്. ദ്രവിച്ച ആൽമരത്തിൽ കൊടി കെട്ടേണ്ടതില്ലെന്ന നിർദ്ദേശത്തെ തുടർന്ന് തന്ത്രിയുടെ അഭിപ്രായപ്രകാരം തിരുവമ്പാടി ദേവസ്വത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആൽ മുറിക്കാൻ അനുമതി നൽകിയത്. അടുത്ത ദിവസം മുറിച്ചു നീക്കിയ ആൽമരത്തിന്റെ സ്ഥാനത്ത് പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ച ആലിന്റെ തൈ നടും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ, വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കുമാർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PR.M. രവി, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, കമ്മിറ്റി അംഗം P. ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രപ്പനിയിൽ വാട്ടർ അതോറിറ്റിയുടെ 1.5 ലക്ഷം രൂപ വില വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രപ്പനി സ്വദേശികളായ ഈരാറ്റ് വീട്ടിൽ ഗോകുൽ, ഭഗവതി പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. എടത്തിരുത്തി പഞ്ചായത്തിലെ വാട്ടർ ലീക്ക് മെയിൻ്റനൻസ് ജോലിക്കായി എത്തിച്ച 1,44,535 രൂപ വില വരുന്ന സാമഗ്രികളാണ് പ്രതികൾ കടത്തിക്കൊണ്ടുപോയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI ഫാത്തിൽ നഖ്മാൻ, GSI ജെയ്സൺ, GASI രമേഷ്, GS CPOമാരായ സുനിൽകുമാർ, ജോസഫ്, സിനോജ്, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കൊച്ചി പാലാരിവട്ടം സ്വദേശി ദീപക് നാരായണനാണ് വഴിപാടായി ആനയെ നടയിരുത്തിയത്. ശിവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി ചെറുപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് മനയിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കൊമ്പൻ കൃഷ്ണനാരായണനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ജീവധനം ഡെപ്യൂട്ടി ഡയറക്ടർ M രാധ, ഗോപുരം അസിസ്റ്റന്റ് മാനേജർ E സുന്ദർരാജ്, പാരമ്പര്യ അവകാശികളായ മാതേമ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കണ്ടിയൂർ പട്ടം വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വേനൽ അവധിക്കാലത്തെ അമിത ആഘോഷങ്ങൾ റോഡപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പശ്ചാത്തലത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾക്കും യാത്രക്കാർക്കുമായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുട്ടികൾ റോഡിലോ റോഡരികിലോ കളിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നൽകരുത്. ഇരുചക്ര വാഹനങ്ങളിൽ ഉള്ള ദൂരയാത്രകൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പായുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വിനോദയാത്രകൾ കൃത്യമായി റൂട്ട് പ്ലാൻ ചെയ്ത് സമയമെടുത്ത് മാത്രം നടത്തുക. രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയുള്ള സമയത്ത് ഡ്രൈവിംഗ് ഒഴിവാക്കുക. അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാത്രി ഡ്രൈവിംഗിൽ പരിചയമുള്ളവരെ മാത്രം നിയോഗിക്കുക. ഇവർക്ക് പകൽ സമയം കൃത്യമായി വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം പുറത്തുവരാൻ വൈകിയ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനങ്ങളിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി UDF. ബൂത്തുകളിൽ എത്ര പേർ വോട്ട് ചെയ്തുവെന്ന കണക്ക് വ്യക്തമാക്കുന്ന ഫോം സിയുടെ വിശദാംശങ്ങൾ മണ്ഡലതലത്തിൽ സമാഹരിച്ച് ജില്ലാതലത്തിലേക്ക് കൈമാറാൻ നിർദ്ദേശമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ട് 140 UDF സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജന്റുമാർക്കും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്ത് നൽകി. ജില്ലാ UDF ചെയർമാൻമാർക്കും DCC പ്രസിഡന്റുമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ സംബന്ധിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ നൽകുമെന്നും നേതൃത്വം അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം ശനിയാഴ്ച ആരംഭിക്കും. മേടമാസത്തിലെ അമാവാസിക്ക് ശേഷം ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചന്ദ്രമാസമാണ് വൈശാഖമാസം. മെയ് 15-നാണ് വൈശാഖ സമാപനം. ദാനധർമ്മങ്ങൾക്കും വിഷ്ണു ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യമുള്ള വൈശാഖത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വൻ തിരക്കാകും അനുഭവപ്പെടുക. പ്രവാസി മലയാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും ഏറ്റവും അധികം എത്തിച്ചേരുന്നത് വൈശാഖ മാസത്തിലാണ്. മേൽപ്പത്തൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയങ്ങളിൽ നിരവധി നൃത്ത അരങ്ങേറ്റങ്ങളും ഈ സമയത്ത് നടക്കും. വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയ 19-നാണ്. ക്ഷേത്രം കഴകക്കാരുടെ വകയായി ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, 2 നേരവും മേളത്തോടെയുള്ള കാഴ്ചശീവേലി എന്നിവയുണ്ടാകും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും D10 പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും D10 പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി.
താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു തൃശൂർ പൂരം വരുന്നു. നഗരങ്ങളിലും നാട്ടിടവടികളിലും എല്ലാവർക്കും പറയാനുള്ളത് പൂരത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർക്കായി പൂരവിശേഷങ്ങൾ പങ്കുവച്ച് TCVയും പങ്കുചേരുകയാണ്. മേളവും ആരവങ്ങളുമായി ആകാശത്തേക്ക് കൊടിയുയരാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. തിങ്കളാഴ്ചയാണ് കൊടിയേറ്റം. പൂരങ്ങളുടെ പൂരം വരവായി. ഇത് തൃശൂരിന്റെ പുണ്യം. ലോകം മുഴുവൻ തൃശൂർ എന്ന പേര് കേട്ടത് ഈ പൂരത്തോട് ചേർന്നാണ്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇന്ന് ലോക പ്രസിദ്ധമാണ്. ഇനിയുള്ള നാളുകളിൽ എല്ലാ വഴികളും തൃശൂരിലേക്കായിരിക്കും. കാഴ്ചയുടെയും കേൾവിയുടെയും സുന്ദര മുഹൂർത്തങ്ങൾ അനുഭവിക്കാൻ. ഇലഞ്ഞിത്രമേളവും മടത്തിൽ വരവും കാതിലും മനസ്സിലും ഒരുപോലെ നിറയ്ക്കാൻ. കുടമാറ്റവും വെടിക്കെട്ടും കണ്ണിലും കരളിലും കരുതി വെക്കാൻ. അവധിയെടുത്ത് പ്രവാസികൾ പോലും നാട്ടിലെത്തുന്നു. പൂർണ്ണതയാണ് തൃശൂർ പൂരത്തെ വേറിട്ട് നിർത്തുന്നത്. ആലവട്ടമായാലും വെഞ്ചാമരമായാലും പട്ടുക്കുടകളിലെ അലുക്കുകളിൽ പോലും ആ പുതുമ കാണാം. എണ്ണം പറഞ്ഞ കൊമ്പന്മാർ, ആനപ്പുറത്തുയരുന്ന പട്ടുക്കുടകൾ, മാനത്ത് വിരിയുന്ന കരിമരുന്നിന്റെ പൂരം കാണാനും മനസ്സിൽ സൂക്ഷിക്കാനും ഏറെയുണ്ട്. പൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവും തിരുവമ്പാടിയും അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഈ 2 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ 10ഓളം പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ 20-ന് കൊടിയേറും. പിന്നെ ആരവം തുടങ്ങുകയായി. അതെ, പൂരം ഇങ്ങെത്തിക്കഴിഞ്ഞു. തൃശൂർ നഗരം ഇനി പൂരത്തിന്റെ ആരവങ്ങളിലേക്ക്. പൂരത്തിന്റെ മുഴുവൻ ആവേശവും പങ്കുവച്ച് ഒപ്പം TCVയും. ക്യാമറമാൻ ശിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. മറ്റു വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മദ്രസ അധ്യാപകനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടയൂർ പറങ്ങോട്ടുപറമ്പിൽ തീയാമോ എന്ന് വിളിക്കുന്ന കുഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജൂൺ 7 മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി പലതവണ ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. കുട്ടി വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ചൈൽഡ് ലൈനിൽ നിന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയും ചൈൽഡ് വെൽഫെയർ ഓഫീസറായ ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓമന അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നാണ് ഇൻസ്പെക്ടർ S. അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിനിടെ കടന്നുവരുന്ന എൽനിനോ പ്രതിഭാസം കാരണം കേരളത്തിലും രാജ്യത്തെമ്പാടും മഴ കുറഞ്ഞേക്കുമെന്ന് ആശങ്ക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷത്തിനിടെ ജൂണിലോ ജൂലൈയിലോ എൽനിനോ രൂപപ്പെടാൻ ഇടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടുപിടിക്കുന്ന ഈ പ്രതിഭാസമാണ് കേരളത്തിൽ ചൂട് കൂടുവാനും കാലവർഷം കുറയാനും കാരണമാകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവിട്ട് മഴ ലഭിക്കുമെന്ന തരത്തിലുള്ള കാലവർഷമാണ് കേരളത്തിന് പൊതുവെ ഗുണകരം. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സംസ്ഥാനത്തിന് ആവശ്യത്തിന് മഴ ലഭിച്ചിരുന്നു. മൂന്നര പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി അത്യാകർഷകമായ വിഷു അക്ഷയ തൃതീയ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് വിഷുവിനും അക്ഷയ തൃതീയയ്ക്കും ഗ്രാൻഡ് ഫെസ്റ്റീവ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. ഓഫറിനോടനുബന്ധിച്ചുള്ള ഗോൾഡൻ എക്സ്ചേഞ്ച് സർപ്രൈസിന്റെ ഭാഗമായി പഴയ സ്വർണത്തിന് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ 555 രൂപ അധിക മൂല്യം ലഭിക്കും. കൂടാതെ വിഷു കൈനീട്ടമായി ഓരോ പർച്ചേസിനും ഒരു സിൽവർ കോയിൻ സൗജന്യമായി നൽകും. 2 ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന്റെ പണിക്കൂലി മാത്രമേ ഈടാക്കൂ. തെരഞ്ഞെടുക്കപ്പെട്ട ഡയമണ്ട് കളക്ഷൻസിന് പണിക്കൂലി ഈടാക്കുന്നതല്ല. അക്ഷയ തൃതീയ ദിനമായ 19-ന് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. അന്നേ ദിവസം കേരള മോഡൽ ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം. അതോടൊപ്പം ഹെറിറ്റേജ് കളക്ഷൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. നാഗാസ്, ചെട്ടിനാട് ആൻഡ് ട്രഡീഷണൽ ഡിസൈനുകൾക്ക് 50% മാത്രമാണ് പണിക്കൂലി ഈടാക്കുന്നത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ പുതുപുത്തൻ കളക്ഷൻസ് ആണ് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകത.
വയോധിക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അയൽവാസിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടുകാട് വീട്ടിൽ ശരത്താണ് അറസ്റ്റിലായത്. ദേശമംഗലം കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ തനിച്ച് താമസിക്കുന്ന പരേതനായ മുഹമ്മദ് ഭാര്യ സഫിയയാണ് കൊല്ലപ്പെട്ടത്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് ആദ്യം കരുതിയിരുന്നുവെങ്കിലും സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പ്രതി സഫിയയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനായി ഇവരുടെ വീടിന്റെ പുറകിലൂടെ അകത്തു കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങൾ പ്രതിയുടെ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് കണ്ടെത്തി. കുന്നംകുളം ACP CP മുരളീധരൻ, ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ നായർ, SI KR ജസ്റ്റിൻ, SI സതീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ 1000-ഓളം ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് വിഷു സന്ദേശം നൽകി. സാംസ്കാരിക പ്രവർത്തകൻ ഷാജു പുതൂർ, ബാലൻ വാർനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ശശി കേനാടത്ത്, മുരളി മുള്ളത്ത്, നിർമ്മല നായകത്ത്, M ഹരിദാസ് എന്നിവർ സംസാരിച്ചു. നീതി സങ്കല്പങ്ങളുടെയും മനുഷ്യാന്തസ്സിന്റെയും പ്രതീകമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് KPCC വൈസ് പ്രസിഡന്റ് BT ബൽറാം അഭിപ്രായപ്പെട്ടു. കേരളത്തിലും ജാതീയത ശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ടൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ ആത്മഹത്യയെന്ന് BT ബൽറാം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃത്താലയിൽ നടത്തിയ അംബേദ്കർ ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രൻ, DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി പഞ്ചായത്ത് മിനി ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് സമീപം തീപിടുത്തം. കുറ്റിക്കാട് പാടശേഖരത്തിലെ പുല്ലിലാണ് തീപിടിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചു. വാണിജ്യം. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വിസ്മയം തീർത്ത ഹമാര ചോയ്സ് ജുവലേഴ്സ് ഇനി വടക്കുനാഥന്റെ മണ്ണിൽ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹമാര ചോയ്സ് ജുവലേഴ്സിന്റെ 7ാമത് ഷോറൂം തൃശൂർ സിറ്റി സെന്ററിൽ വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ സ്ഥാപന ഉടമകൾ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന വേളയിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലക്കി ഡ്രോയിലൂടെ ഡയമണ്ട് റിംഗ് സമ്മാനമായി ലഭിക്കും. കുറഞ്ഞ പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സിൽ ലൈറ്റ് വെയ്റ്റ്, ഒറിജിനൽ ആന്റിക്, കുവൈറ്റി, ചെട്ടിനാട്, നഗാസ് എന്നീ കളക്ഷനുകളിൽ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,240 രൂപ, പവന് 1,13,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ദേവസ്വങ്ങൾ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. CBSE 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം വ്യാഴാഴ്ച ആരംഭിക്കും. മെയ് 3ാം വാരം ഫലം പ്രഖ്യാപിക്കും. പൊൻകണി കണ്ടും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിച്ച മലയാളികൾ. ഗുരുവായൂരിൽ വിഷുക്കണി ദർശനത്തിനെത്തിയത് 1000.
സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് വർധന. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായി യുവാവ് മർദ്ദനമേറ്റ് മരിച്ച അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ നായക്കനാൽ ഭാഗത്തെ ഉണങ്ങിയ ആൽമരം ഇനി ഓർമ്മ. ദ്രവിച്ച ആൽമരത്തിൽ തൃശൂർ പൂരത്തിന്റെ കൊടി കെട്ടേണ്ടതില്ലെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ആൽമരം മുറിച്ചു നീക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ,